ഷൈൻ ടോം ചാക്കോയുടെ തുടർ നടപടികൾ, നിയമോപദേശത്തിന് പിന്നാലെ കോടതിയെ സമീപിക്കാനുള്ള നീക്കം, ലഹരി കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കം, അതിൻ്റെ വിശദാംശങ്ങളൊപ്പം തന്നെ അന്വേഷണത്തിൻ്റെ പുരോഗതി, അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങൾ വിഷ്ണു സുരേഷ് വിശദീകരിക്കും. വിഷ്ണു, ഇപ്പോൾ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കം ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അതിനിടയിൽ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഗൗരവ സ്വഭാവത്തിലുള്ളതാണത്. സിനിമാ മേഖലയിൽ ഒരുപാട് പേർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം, പക്ഷേ രണ്ടുപേരിലേക്ക് മാത്രം ഈ കാര്യങ്ങളൊക്കെ ചുരുങ്ങി നിൽക്കുന്നു എന്ന മൊഴിയുടെ ഉള്ളടക്കം. എന്താണ് ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ മനസ്സിലാക്കുന്നത്? ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലേക്ക് എത്രത്തോളം ഒരു അന്വേഷണം, പരിശോധനയൊക്കെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും വിഷ്ണു? സിനിമാ മേഖലയിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ ഷൈൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തനിക്ക് ലഹരി ലഭിക്കുന്നത് സിനിമ അസിസ്റ്റൻസിൽ നിന്നാണെന്നാണ് ഷൈൻ വ്യക്തമാക്കിയത്. ഒപ്പം സിനിമാ മേഖലയിൽ മറ്റാളുകൾ, നടന്മാരടക്കമുള്ള ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഏത് കേസ് വന്നാലും അതിൻ്റെ ഒരറ്റം തന്നിലും മറ്റൊരു നടനിലും ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുചെന്ന് കെട്ടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, മറ്റാർക്കും പുറകെ ഇവർ പോകുന്നില്ല എന്നൊരു പരാതി കൂടി ഷൈൻ പോലീസിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ സിനിമ അസിസ്റ്റൻസിന് പണം നൽകിയാണ് താൻ ലഹരി വാങ്ങുന്നതെന്നാണ് ഷൈൻ്റെ പ്രധാനപ്പെട്ട മൊഴി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കൂടുതൽ നിരീക്ഷണവും പരിശോധനകളുമൊക്കെ ഏർപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് സംഘടനകളുടെ കൂടി സഹായം വേണം. അതുകൊണ്ട് അത്തരം സംഘടനകളുമായുള്ള ഒരു ചർച്ചയൊക്കെ നടത്തിയ ശേഷമായിരിക്കും വിശദമായൊരു പരിശോധനയിലേക്കൊക്കെ പോകുക. സംഘടനകൾ പൂർണ്ണമായും ഈ പോലീസ് സംവിധാനത്തോട് സഹകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ജാഗ്രതാ സമിതികളൊക്കെ രൂപീകരിച്ചൊരു പശ്ചാത്തലത്തിൽ അത്തരം നിലപാട് സ്വീകരിക്കും. ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഷൈൻ FIR റദ്ദു ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനാണ് പോലീസിന്റെ ഒരു നീക്കം. അത് പ്രധാനമായും ഷൈൻ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അത് ഈ 2000 മുതൽ 5000 രൂപ വരെ ഉള്ള ഗൂഗിൾ പേ ഇടപാടുകളിലാണ് പോലീസിന് സംശയമുള്ളത്. അത് ലഹരി വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഷൈൻ നൽകിയിരിക്കുന്ന മൊഴി അത് താൻ പലർക്കും കടം നൽകിയതാണ്. അതിൽ 5000 രൂപ സജീറിന് നൽകിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സജീർ എറണാകുളത്തെ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലറാണ്. ഈ സജീറിൽ നടത്തിയ അന്വേഷണമാണ് ഷൈനിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കൂടുതൽ തെളിവുകൾ പോലീസ് സമാഹരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും പരിശോധന നടത്തുകയും സജീറിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ തെളിവുകൾ സമാഹരിച്ചുകൊണ്ട് ഈ ഷൈൻ നൽകിയ മൊഴി അത് ഇന്ന് വിശദമായി പഠിച്ച് അതിൽ ചില വ്യക്തതകളൊക്കെ വരുത്തുന്നതിന് വേണ്ടിയാണ് ഷൈനോട് അടുത്ത ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ആ ചോദ്യം ചെയ്യൽ കൂടി കഴിയുമ്പോഴായിരിക്കും പോലീസിന് ഇതിൻ്റെ ഒരു ഏകത്തുക ചിത്രം മനസ്സിലാകുക. അങ്ങനെ കൂടുതൽ വകുപ്പുകളൊക്കെ ആഡ് ചെയ്യാനാകുമെന്ന പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ മാത്രമാണ് ഈ FIR നിലനിൽക്കുക എന്നുള്ളതും ഒരു വസ്തുതയെ അവിടെ നിൽക്കുന്നു. അത് 1 മാസം മുതൽ 3 മാസം വരെ സമയമെടുക്കും ആ പരിശോധനാ ഫലം വരാൻ. അതിനുശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് പോകുക. ഷൈൻ വളരെ ദുർബലമാണ് FIR എന്ന് കരുതുന്നുണ്ട്. പക്ഷേ പോലീസ് കൂടുതൽ തെളിവുകൾ സമാഹരിച്ച് ഷൈനെ പൂട്ടാനുള്ളൊരു ശ്രമത്തിലേക്ക് പോവുകയാണ്. അന്ന് ആ ഹോട്ടലിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ മൊഴി, അതായത് ഈ റൂമിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഈ ഷൈൻ പറഞ്ഞ ഈ കഥകളൊക്കെ അത് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെയുള്ള മൊഴികളൊക്കെ ഉണ്ടോ എന്ന് വിശദമായി പരിശോധിച്ച വരികയാണ്. സജീറിനെ കൂടി പിടികൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി ഷൈൻ്റെ ലഹരി മാഫിയയുമായുള്ള ബന്ധം തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പലതരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ഹോട്ടലിൽ ഉണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, ഇടപാടുകളുടെ വിശദാംശങ്ങൾ ഒക്കെ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. 3 ഫോണുകൾ ഷൈൻ ടോം ചാക്കോ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. പക്ഷേ ഒരു ഫോണിലെ വിവരങ്ങൾ മാത്രമാണ് ഇതിനോടകം ശേഖരിച്ചിട്ടുള്ളത്. നാളെ എന്തായാലും ഷൈൻ ടോം ചാക്കോ വീണ്ടും പോലീസിന് മുന്നിൽ ഹാജരാകാൻ പോകുന്നു. കൂടുതൽ വിവരശേഖരണത്തിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നു.